ശ്രീ പദ്ധതിയെക്കുറിച്ചും നുണകളുടെ മേൽ നുണകൾ പ്രചരിപ്പിക്കുകയാണ് സതീശനും മറ്റു മന്ത്രിമാരും. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശ്രീ പദ്ധതിയെ അറബിക്കടലിൽ തള്ളുമെന്ന് പ്രസംഗിച്ച അതേ UDF നേതാക്കൾ ഇപ്പോൾ ഭരണത്തിൽ വന്നപ്പോൾ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി അമിതാവേശം കാണിക്കുകയാണ്. അതിനായി അവർ കണ്ടെത്തിയ ന്യായീകരണം കേട്ടാൽ നിലപാട് തൂങ്ങിച്ചാവും. നിലപാടുകൾ പലതുണ്ടാകും, എന്നാൽ തീരുമാനം വേറെ ആവാമല്ലോ എന്ന് പറഞ്ഞ മഹാന്റെ അതേ ലൈനാണ് ഇവർക്കും. പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ പ്രസംഗം മന്ത്രിയാകുമ്പോൾ നടത്താനാകുമോ എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി KM ഷാജി പരസ്യമായി ചോദിച്ചത്. വോട്ട് കിട്ടാൻ വേണ്ടി പ്രതിപക്ഷത്തിരുന്നപ്പോൾ കള്ളം പറഞ്ഞു എന്ന് ഷാജി തന്നെ സമ്മതിക്കുകയാണ് ചെയ്തത്. എന്ത് കാണിച്ചാലും എല്ലാം സമ്മതിക്കുകയും വിനയകുനയനായി എല്ലാം അംഗീകരിക്കുകയും ചെയ്താൽ ദി ഗ്രേറ്റ് പൂക്കിയോറായല്ലോ. എന്നാൽ ചെയ്യുന്ന ഉടായ്പെല്ലാം LDFന്റെ തലയിലിടാനും സതീശൻ മറന്നിട്ടില്ല. മുൻ സർക്കാർ ശ്രീ ഫണ്ട് വാങ്ങിയിരുന്നു, അതുകൊണ്ട് ഈ സർക്കാർ അത് തുടരാൻ നിർബന്ധിതരാണെന്നാണ് സതീശന്റെ വാദം. ഇത് നുണയാണ്. എന്താണ് യാഥാർത്ഥ്യം? ആദ്യം എന്താണ് ശ്രീ സ്കൂളുകൾ എന്ന് നോക്കാം. 2020 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പിലാക്കി കാണിക്കുന്ന മാതൃകാ സ്കൂളുകളെയാണ് കേന്ദ്രം ശ്രീ സ്കൂളുകൾ എന്ന് വിളിക്കുന്നത്. ഈ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ 2022 മുതൽ കേന്ദ്ര മന്ത്രാലയം കേരളത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ കേരളം ഒപ്പിട്ടില്ല. കേരളം ഒപ്പിടാൻ മടി കാണിച്ചപ്പോൾ സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്ക് സാധാരണയായി ലഭിക്കേണ്ട സമഗ്ര ശിക്ഷ കേരള, അതായത് SSK ഫണ്ട് കേന്ദ്രം ബോധപൂർവം മരവിപ്പിച്ചു. ഒരുതരം ബ്ലാക്ക് മെയിലിംഗ്. അതോടെ SSK പദ്ധതിയിലെ ജീവനക്കാരുടെ ശമ്പളവും അത്യാവശ്യം നടത്തേണ്ട കാര്യങ്ങൾക്കുമുള്ള പണവും മുടങ്ങി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴാണ് തൽക്കാലം SSK ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടി മാത്രം മുൻ LDF സർക്കാർ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. പക്ഷേ ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ധാരണാപത്രം പൂർണ്ണമായും മരവിപ്പിച്ചുകൊണ്ട് മുൻ LDF സർക്കാർ കേന്ദ്രത്തിന് നൽകിയ ഔദ്യോഗിക കത്താണിത്. ജനറൽ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഡോക്ടർ K വാസുകി അയച്ച കത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ പദ്ധതി തൽക്കാലം മരവിപ്പിച്ചു നിർത്തുന്നുവെന്ന്. കേന്ദ്രത്തെ തള്ളിക്കളയാനാകുമോ, നമുക്ക് ഫണ്ട് വേണ്ടേ എന്ന് സതീശൻ പറഞ്ഞപ്പോൾ കൈയടിച്ചവർക്ക് SSK ഫണ്ട് കിട്ടാൻ വേണ്ടി ഗത്യന്തരമില്ലാതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് SSK ഫണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് അന്ന് ഒപ്പിട്ടത്, അല്ലാതെ ശ്രീയുടെ പേരിൽ 1 രൂപ പോലും മുൻ സർക്കാർ വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ദേശീയ കരിക്കുലം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്നും ശ്രീ നടപ്പിലാക്കില്ലെന്നും കാണിച്ച് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തിരുന്നു. തുടർ നടപടികൾ മന്ത്രിസഭാ ഉപസമിതിക്ക് വിടുകയും ചെയ്തു. അപ്പോൾ പുതിയ UDF സർക്കാരിന് വേണമെങ്കിൽ മാത്രം ഈ പദ്ധതിയിൽ നിന്ന് വളരെ സുഖമായി പിന്മാറാം. അതിന് നിൽക്കാതെ അയ്യോ മുൻ സർക്കാർ ഒപ്പിട്ടു പോയി, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്ന് സതീശൻ പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഒളിച്ചുകളി മാത്രമാണ്. ഇനി ഇതിന്റെ മറ്റൊരു വലിയ തെളിവ് നമുക്ക് കേന്ദ്രത്തിന്റെ ശ്രീ പോർട്ടലിൽ കയറി നോക്കിയാൽ നേരിട്ട് മനസ്സിലാക്കാം. കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരൊറ്റ സ്കൂൾ പോലും ഇന്ന് വരെ ആ പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. നിലവിലുള്ള 47 സ്കൂളുകളിൽ 33 എണ്ണം കേന്ദ്രീയ വിദ്യാലയവും 14 എണ്ണം നവോദയയുമാണ്. ഇവ രണ്ടും കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന സ്കൂളുകളാണ്. മുൻ കേരള സർക്കാർ MOU മരവിപ്പിച്ചതുകൊണ്ടാണ് കേരളം നമ്മുടെ സ്കൂളുകളുടെ ലിസ്റ്റ് കേന്ദ്രത്തിന് നൽകാതിരുന്നതും പോർട്ടലിൽ നമ്മുടെ സ്കൂളുകൾ വരാതിരുന്നതും. നൽകിയിരുന്നെങ്കിൽ ഇതിൽ ലിസ്റ്റ് ചെയ്യുമായിരുന്നു. ഇനി മറ്റൊരു തെളിവ് നോക്കാം. ഇതാ ദ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടാണ്. മെയ് 12 വന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുതിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് വാർത്ത. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമല്ലേ, നമ്മൾ ഇതുവരെയായി അവരുമായി സഹകരിച്ചിട്ടില്ല എന്നത്. LDF സർക്കാർ മുൻപേ തന്നെ പണം വാങ്ങി കാര്യങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ കേന്ദ്രത്തിന് എന്തിനാണ് ഇപ്പോൾ പുതിയൊരു പുഷ് നൽകേണ്ടി വന്നത്? കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ കേരളത്തിന് അയച്ച കത്തിൽ 2025 നവംബർ 12 മുതൽ കേരള സർക്കാർ ഈ ധാരണാപത്രം മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായോ? വേണമെങ്കിൽ മാത്രം UDFന് ഈ പദ്ധതിയുമായി സഹകരിക്കാതിരിക്കാമായിരുന്നു. ഒപ്പിട്ടില്ലേ, അതുകൊണ്ട് വേറെ നിവൃത്തിയില്ല എന്നാണെങ്കിൽ കേന്ദ്രത്തിന് നേരത്തെ തന്നെ തന്ത്രപരമായി കേരളത്തിന് പൂട്ടിടാമായിരുന്നു. എന്നാൽ അത് നിർത്തിവെച്ചത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതിരുന്നത്. അതിനർത്ഥം UDF ഇപ്പോൾ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. അവർ ശ്രീക്കൊപ്പമാണ്, മോദിക്കൊപ്പവും. അതുകൊണ്ട് UDF സർക്കാർ മറ്റെന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തണം. ഇലക്ഷൻ സമയത്ത് വാഗ്ദാനം ചെയ്തതുപോലെ ശ്രീ പദ്ധതി വേണ്ടെന്ന് വെച്ച് അതിനുള്ള പണം മറ്റു രീതിയിൽ കണ്ടെത്തണം.